പത്തനംതിട്ട അബാൻ മേൽപ്പാല നിർമ്മാണത്തിന്റെ പേരിലുള്ള ഗതാഗത നിയന്ത്രണം പത്തനംതിട്ടയിലെ വ്യാപാരികൾക്ക് ഇരുട്ടടിയാകുന്നു. അബാൻ മേൽപ്പാല നിർമ്മാണത്തിന്റെ പേരിൽ ഇന്നു മുതൽ തുടങ്ങുന്ന നിയന്ത്രണം വ്യാപാരികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഓണത്തിന്റെ സമയത്ത് നിർമ്മാണം ആരംഭിച്ചത് കച്ചവടത്തെ സാരമായി ബാധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പത്തനംതിട്ട അബാൻ മേൽപ്പാലം നിർമ്മാണത്തിന്റെ പേരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് പത്തനംതിട്ടയിലെ വ്യാപാരികൾക്ക് ഇത്തവണ ദുരിത ഓണത്തിന് കാരണമായി. അബാൻ മേൽപ്പാല നിർമ്മാണത്തിന്റെ പേരിൽ ഇന്നു മുതൽ തുടങ്ങുന്ന നിയന്ത്രണം വ്യാപാരികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഓണത്തിന്റെ സമയത്ത് നിർമ്മാണം ആരംഭിച്ചത് കച്ചവടത്തെ സാരമായി ബാധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഓണക്കാലമാണ്, കച്ചവടം തീരെയില്ല. ഈ റോഡ് അടയ്ക്കരുത്. ഇവിടെ അല്ലെ തന്നെ തീരെ കസ്റ്റമറൊന്നും ഇല്ലാണ്, ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുമില്ലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വാടകയൊക്കെ കൊടുക്കണം. കച്ചവടം തീരെ മോശമാണ്. അതിലൂടെ ഈ റോഡോട് അടച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഈ ഓണ സമയത്ത് ഈ റോഡ് അടച്ചു കഴിഞ്ഞാൽ വ്യാപാരികളെല്ലാം വലിയ പാടിലായി. ഓണം കഴിഞ്ഞിട്ട് ഈ റോഡ് അടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഓണ സമയത്ത് ശകലം കച്ചവടം എന്തെങ്കിലും നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ തുറന്നിരിക്കണം. പ്രത്യേകിച്ച് പച്ചക്കറി, ഇതാണ്ട് ലോട്ടറി കടകളുണ്ട്, വെറുതെ കടകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പ് കടയായാലും തുണിക്കടകളായാലും ഇങ്ങനെ ഈ സമയത്ത് അടയ്ക്കുന്നത് നല്ലതല്ല. വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിനെതിരെ വ്യാപാരി വ്യവസായി കോൺഗ്രസ് പ്രസിഡന്റും രംഗത്തെത്തിയിട്ടുണ്ട്. അബ്ദുൽ ഷുക്കൂറാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നഗരസഭ ചെയർമാൻ അധ്യക്ഷനായിട്ടുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി എടുത്ത തീരുമാനമാണോ ഈ ട്രാഫിക് പരിഷ്കരണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് ഇല്ല എങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി നിയമവിരുദ്ധമാണെന്നാണ് അബ്ദുൽ ഷുക്കൂർ പറയുന്നത്. ഈ ഓണക്കാലത്ത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വ്യാപാരികളെ തീർത്തും ദുരിതത്തിലാക്കുന്ന, കടക്കണിയിലാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഒരു ഗതാഗത പരിഷ്കാരവുമായി ഗവൺമെന്റ് വന്നിരിക്കുന്നത്. ഈ ഓണം പ്രതീക്ഷിച്ച് നൂറുകണക്കിന് വ്യാപാരികളാണ് ഇവിടെ വ്യാപാരം ചെയ്യാൻ ഇരിക്കുന്നത്. ആ വ്യാപാരികളെ തകർക്കുന്ന, അവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന ഒരു സമീപനമായി പുതിയ ഗതാഗത പരിഷ്കാരവുമായാണ് ഗവൺമെന്റ് ഇപ്പോൾ എത്തിയത്. ആ ഗതാഗത പരിഷ്കരണം നടത്തുന്നതിന് മുമ്പ് ഈ റോഡ്, അപ്രോച്ച് റോഡ് തുറന്നു കൊടുത്തതിന് ശേഷമേ മേൽപ്പാലത്തിന് പണി തുടങ്ങാവൂ എന്ന് ഞങ്ങൾ ദീർഘകാലമായി ഇവിടെ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ഈ വ്യാപാരികളെ വീണ്ടും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം നിർത്തിയില്ല എങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. 18 മാസത്തിനകം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അബാൻ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2022 ഇത്. പറഞ്ഞ 18 മാസവും കഴിഞ്ഞ് ഇപ്പോൾ 3 വർഷമായി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. 2023 ഡിസംബറിൽ നിർമ്മാണം തീർക്കാൻ ധാരണയായിരുന്നു. പിന്നീട് 2024 മാർച്ച് വരെയാക്കി. ഒക്ടോബർ 31 എത്തി. നീട്ടി ഇപ്പോൾ 2025 ആഗസ്റ്റായിട്ടും അതേപടി നിലനിൽക്കുകയാണ്. സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് നേരത്തെ ബസ് പ്രവേശിച്ചിരുന്ന ഭാഗം മുതൽ അബാൻ ജംഗ്ഷൻ വരെയുള്ള 50 മീറ്റർ ദൂരം വാഹനത്തിൽ പോകുന്നവരുടെ നടുപൊടിയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അത്രമാത്രം കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാലം വാഹനങ്ങൾ പോകുമ്പോഴുള്ള പൊടി കാരണം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വ്യാപാരികൾക്കും യാത്രക്കാർക്കും. വ്യാപാരികൾ ത്യാഗം സഹിച്ചാണ് കട തുറന്നിരുന്നത്. ഓണം കൂടി അടുത്തെത്തിയതോടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങുകയാണ് വ്യാപാരികൾ. ഉള്ള കച്ചവടമെങ്കിലും ഇല്ലാതാക്കണ്ടല്ലോ എന്ന കാരണത്താലാണ് ത്യാഗം സഹിച്ച കടകൾ തുറക്കുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഓണക്കച്ചവടം പൂർണ്ണമായും നഷ്ടത്തിലാവുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളുള്ളത്. ഓണം കഴിയുന്നതുവരെ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന അധികാരികളുടെ നിലപാട് അവസാനിപ്പിക്കണമെന്നാണ് വ്യാപാരികൾ ഒന്നടങ്കം പറയുന്നത്. ഓണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കച്ചവടം പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യാപാരികൾക്ക് നിലവിലെ ഗതാഗത നിയന്ത്രണം തിരിച്ചടിയായിരിക്കുകയാണെന്ന് SDPIയും പറയുന്നു. ഇത്രയും നാൾ യാതൊന്നും ചെയ്യാതിരിക്കെ ഓണം പോലുള്ള ആഘോഷ നാളുകളിൽ തന്നെ കച്ചവടക്കാരെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് പൊതുമരാമത്ത് അധികൃതർ ചെയ്യുന്നത് എന്ന് SDPI പത്തനംതിട്ട മുനിസിപ്പൽ പ്രസിഡന്റ് നിയാസ് കൊന്നമൂട് പ്രസ്താവിച്ചു. കൂടാതെ പൊതുമരാമത്തിന് നിലപാട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും തൊഴിലാളികളും വ്യാപാരികളും പ്രദേശവാസികളും യാത്രക്കാരും ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇതുപോലൊരു ഉത്തരവുണ്ടായിരുന്നു. അതായത് പുതിയ ബസ് സ്റ്റാൻഡിലെ മെയിൻ കവാടം അടച്ചിട്ടുള്ള പണികൾ ആരംഭിക്കാൻ പോവുകയാണെന്ന്. ഈ ഓണക്കാലമായിട്ട് ഇവിടുത്തെ ഈ മെയിൻ ഒരു വഴി അടച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരികൾ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഓരോ വ്യാപാരികൾ കട നിർത്തിയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം 18 മാസം കൊണ്ട് പണി തീർക്കാമെന്ന് പറഞ്ഞ ഈ പാലം ഇപ്പം തന്നെ 3-4-5 വർഷം കഴിഞ്ഞു. 4 പേരെ വെച്ചാണ് ഇവിടെ ഈ പാലം പണി പണിയുന്നത്. എല്ലാ വാർത്തകളും ജനങ്ങൾ കാണുന്നതാണ്.
അതായത് ഓരോ കടയിലും 3, 4, 5 സ്റ്റാഫുകളുണ്ടായിരുന്നു. ഈ ഒരു മേൽപ്പാലം പണി കാരണമായി അവരുടെ പിന്നെ കടയിൽ കച്ചവടം കുറയുന്നത് കാരണമായി സ്റ്റാഫുകളെ പറഞ്ഞു വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഓരോ വ്യാപാരികളും ഭയങ്കരമായ കടത്തിക്കടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കണം. ഓണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സർവീസ് റോഡ് റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികൾ തുടരാൻ. ന്യൂസ് ഡെസ്ക്, പത്തനംതിട്ട.